തലസ്ഥാനത്ത് വീണ്ടും ലഹരിവേട്ട. തിരുവനന്തപുരം അമരവിളയിലാണ് 20 ഗ്രാം വരുന്ന കറുപ്പടങ്ങിയ ട്രമാഡോൾ പിടികൂടിയത്. മണിപ്പാൽ സ്വദേശി വിനോദ് ഗരുണിൽ നിന്നാണ് എക്സൈസ് ലഹരി പിടികൂടിയത്. ഇവരുമായി ശാലിനി ചെരിയാണ്. ശാലിനി, വീണ്ടും തലസ്ഥാനത്ത് ലഹരിവേട്ട, മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, സംസ്ഥാനത്ത് ഈ ലഹരി വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ എക്സൈസും പോലീസും കാര്യക്ഷമമായ പരിശോധനകൾ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്തിന്റെ അതിർത്തി മേഖലയിൽ നിന്നും അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് 20 ഗ്രാം വരുന്ന കറുപ്പടങ്ങിയ ട്രമാഡോൾ പിടികൂടിയിട്ടുള്ളത്. മണിപ്പാൽ സ്വദേശി വിനോദ് കരുണിൽ നിന്നാണ് ട്രമാഡോൾ എക്സൈസ് പിടികൂടിയിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്നും ട്രമാഡോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ സിവിയും സംഘവുമാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയിട്ടുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. മുൻപും ഇത്തരത്തിൽ ഈ ട്രമാഡോൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ഇയാൾ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു വരികയാണ്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമപ്രകാരം ട്രമാഡോളിനെ മയക്കുമരുന്നുകളുടെ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. എച്ച് കാറ്റഗറിയിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ വേദന സംഹാരിയായിട്ടൊക്കെ പല ഘട്ടങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അതൊരു നിരോധിത വസ്തു കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ഇത് കേരളത്തിലേക്ക് എത്തിച്ചതും ഒപ്പം തന്നെ ഇതിൽ കറുപ്പടങ്ങിയ മയക്കുമരുന്ന് ആണ് എന്നുള്ളത് പോലീസിനും എക്സൈസിനും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ മണിപ്പാൽ സ്വദേശി പിടികൂടിയിട്ടുള്ളത്. ബംഗളൂരുവിൽ ആരാണ് കേരളത്തിലേക്ക് ഈ സാധനം എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിനോദിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റ് അടക്കം ഉണ്ടാകാനുള്ള നടപടികൾ കൂടി പോലീസും എക്സൈസും സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മയക്കുമരുന്ന് പിടികൂടുന്നതും ഒപ്പം തന്നെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കുകയും ചെയ്യുന്നത്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.